ഗൈസ്, ഏട്ടനാണെങ്കിലേ ഒരു ബോക്സ് നിറച്ചും കാടമുട്ടയും കൊണ്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇന്ന് ഞാൻ സ്പെഷ്യൽ കാടമുട്ട മസാലയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഇതൊരു 20 കാടമുട്ട ഉണ്ടാവും കേട്ടോ. ഞാൻ നല്ലോണം പുഴുങ്ങി എടുത്തിട്ടുണ്ട്. പാനില് വെളിച്ചെണ്ണ ചൂടാവുന്ന സമയത്ത് കുറച്ച് വലിയ ജീരകം ഇട്ട് ആദ്യം തന്നെ പൊട്ടിച്ച്, പിന്നെ കുനുകുന അരിഞ്ഞ വെളുത്തുള്ളി, ഇഞ്ചി, സവാള, പച്ചമുളക്, കറിവേപ്പില ഇത്രയും കൂടെ ഇട്ട് നല്ലോണം മൂപ്പിച്ചെടുക്കാം. പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് ശകലം ഉപ്പാവാട്ടോ. ഇത് നല്ലോണം വഴഞ്ഞു വരുന്ന സമയത്ത് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. മഞ്ഞപ്പൊടി, കാശ്മീരി മുളക് പൊടി, ചിക്കൻ മസാല മതി. ബാക്കി പരിപാടി ഈ പൊടികളുടെ പച്ചമണം മാറിയതിന് ശേഷമാണ് കേട്ടോ. കുറച്ച് തേങ്ങയും ചെറിയുള്ളിയും കൂടെ നല്ല മഷി പോലെ അരച്ചതും കൂടെ ഇതിലേക്ക് ഇനി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഗൈസ്, ഇതാണ് നമ്മുടെ മസാല. നല്ലോണം മിക്സ് ചെയ്ത് ആ തേങ്ങയൊക്കെ നല്ലോണം വെന്തതിന് ശേഷം മാത്രം നമ്മൾ പുഴുങ്ങി വെച്ച കാടമുട്ട ഇതിലേക്ക് തട്ടി കൊടുക്കാം കേട്ടോ. അടപടലം മിക്സ് ചെയ്തോളി. ആ മസാലയൊക്കെ ഇതിൽ പൊതിഞ്ഞു കിടക്കുന്ന പരുവാണ് ശരിക്കുള്ള പരുവം. പറഞ്ഞത് മനസ്സിലായല്ലോ അല്ലേ? അവസാനമായിട്ട് ഒരു നാരങ്ങയുടെ പകുതി പിഴിഞ്ഞതും കൊത്തി എരിഞ്ഞ ഒരു പിടി മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്താൽ നമ്മുടെ ചിക്കന്റെ സാധനങ്ങൾ ഉണ്ടാക്കി ചിക്കൻ മാത്രമേ നാവിൽ വരുന്നുള്ളൂ. കാടമുട്ട മസാല റെഡി. ഞാനതായാലും ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു സ്പെഷ്യൽ മസാലയാണ്, അതുകൊണ്ട് തന്നെ കിട്ടില്ല ടേസ്റ്റ് ആണ് കേട്ടോ. നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കി നോക്കണേ. അടുത്ത വീഡിയോയിലൂടെ കാണാം. ടാറ്റാ.